السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. ഈ മഹാ ആദർശ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, പരമകാരുണികനായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ സമ്മേളനത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെ ഏറ്റവും ശക്തമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ഫൈസൽ മൗലവി സാഹിബ് അവറുകളെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സത്യാന്വേഷികളായ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, വൈകാരികമായ മുഹൂർത്തങ്ങൾക്കപ്പുറത്ത് വൈചാരികമായ വിചാരതലമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് ദേവാസമിതി ഇതിൻ്റെ കൂട്ടായ്മ രൂപപ്പെട്ട കാലം മുതൽ മുന്നോട്ട് കടന്നു പോകുന്നത്. നമ്മൾ ജീവിക്കുന്ന ഇന്നിൻ്റെ ലോകത്ത് ധാരാളം അധർമ്മങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. മഹാപാപങ്ങൾ വർദ്ധിതമായ തോതിൽ അലാമാത്തിൽ ഖിയാമ എന്ന് പറയാവുന്ന വിധത്തിൽ ലോകാവസാന ഘട്ടത്തിൽ വരാൻ പോകുന്ന സംഭവ ബഹുലമായ പല കാര്യങ്ങളും പ്രവാചകന്റെ മൊഴിമുത്തുകളിൽ പറഞ്ഞത് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഒരുതരം നിസ്സംഗത ലോകവ്യാപകമായി വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. എത്ര വലിയ അധർമ്മങ്ങൾ നടന്നാലും ഒരുതരം നിസ്സംഗത, ആവശ്യമില്ലാത്തതിനെല്ലാം വികാരം കൊള്ളുന്ന ഒരു തലമുറ. തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട് മീഡിയകൾ അന്നന്ന് ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, ഭ്രാന്തമായ അവസ്ഥാവിശേഷം തമിഴ്നാട്ടിൽ അരങ്ങേറുകയുണ്ടായി. സിനിമാ നടീനടന്മാരും പ്രമുഖന്മാരും എല്ലാം അണിനിരന്ന ഒരു സമരമുറ 2 ദിവസം കൊണ്ട് കോടതിയെയും സർക്കാരിനെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞ ഒരു മഹാസമരമുറ അവിടെ അരങ്ങേറുകയുണ്ടായി. കാളക്കും പശുവിനും വേണ്ടി മനുഷ്യർ ഒന്നിക്കുന്ന വല്ലാത്ത ഒരു ദയനീയമായ കാഴ്ച ലോകത്ത് നിലനിൽക്കുകയാണ്. അധ്വാനിച്ച് ചോര നീരാക്കി വിയർപ്പൊഴുക്കി തൻ്റെ മകളുടെ വിവാഹത്തിന്, തൻ്റെ മകൻ്റെ ഓപ്പറേഷത്തിനൊക്കെ വേണ്ടി സമ്പാദിച്ച് ബാങ്കിൽ സൂക്ഷിച്ച പണത്തിന് വേണ്ടി ക്യൂ നിന്ന് 100 പേര് ഈ രാജ്യത്ത് മരിച്ചു വീണപ്പോൾ ഒരു തമിഴ് നടനും ഉണ്ടായില്ല. ഒരു സിനിമാ നടനും ഒരു രാഷ്ട്രീയക്കാരും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും ഇത്ര വലിയൊരു സമരമുറ ഉണ്ടാക്കിയില്ല. കാളക്കും പശുവിനും വേണ്ടി സമരമുറകൾ ഉണ്ടാകും നമ്മുടെ രാജ്യത്ത്. വ്യഭിചാരം സാർവത്രികമാണ്. ആഗോളവൽക്കരണത്തിന്റെ എല്ലാ ദുരന്തങ്ങളും ലോകത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടേ പോകുന്നു. പഴയകാല ഫാസിസ്റ്റ്, നാസിസ്റ്റ് ഇറ്റലി, ജർമ്മനി വരുംകാല ഇലക്ഷനുകളിലൂടെ ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടാൻ പോകുന്നു. ട്രംപിന്റെ അമേരിക്ക പുതിയ വിപ്ലവ ചിന്തകൾ ലോകത്തെ സമൂഹത്തെ സമൂലമായി ബാധിക്കുന്ന പല ചിന്തകളും കടത്തുകൊണ്ടുപോകുന്നു. അബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യം എന്ന് പറയുന്നതിന് ജനപ്രതിനിധികളുടെ സഭ എന്ന് പറയുന്ന ഡെമോക്രസി.
ലോകത്ത് ഏറ്റവും കൂടുതൽ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങളെല്ലാം പുതിയ കാലത്തിന്റെ പുതിയ ശബ്ദങ്ങളായി ഫാസിസ്റ്റുകളായി മാറുന്ന പുതിയ ലോകത്ത്, മനുഷ്യന്റെ മാംസം കച്ചവടം ചെയ്യപ്പെടുന്ന ലോകത്ത്, സ്ത്രീയുടെ അംഗലാവണ്യങ്ങൾ ബിസിനസിന്റെ ഭാഗമായി മാറുന്ന ലോകത്ത്, പുരുഷന്റെ താടി തീവ്രവാദത്തിന്റെ ചിഹ്നമായി മാറുന്ന ലോകത്ത്, ചെറിയ ചെറിയ കൊച്ചുകുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്ന ലോകത്ത്, ജനിച്ച തറവാട് താഴ്ന്ന ജാതിയായി പോയി എന്നതിന്റെ പേരിൽ മേൽക്കോയ്മയുടെ മേലാളന്മാരാൽ അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷ ദലിത വിഭാഗങ്ങളുടെ ദീനരോധനങ്ങൾ ആർത്തരോധനങ്ങളായി ലോകത്തിന്റെ കർണപുടങ്ങളിൽ വന്നു തട്ടുമ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ പോലും നിസ്സംഗമായി നിൽക്കുന്ന ഒരു ലോകത്ത് അധർമ്മങ്ങൾ വ്യാപകമാകുന്നു എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. വീട്ടിൽ സ്വന്തം മക്കളിൽ അധർമ്മമുണ്ട്, മാതാപിതാക്കളിൽ അധർമ്മമുണ്ട്, ജ്യേഷ്ഠാനുജന്മാരിൽ അധർമ്മമുണ്ട്, മഹല്ലുകളിൽ അധർമ്മമുണ്ട്, അതുപോലെ പഞ്ചായത്തുകളിലും ജില്ലകളിലും നമ്മുടെ രാജ്യവ്യാപകമായും ലോകവ്യാപകമായും തിന്മകൾ വർദ്ധിച്ചുകൊണ്ടേ പോകുന്നുണ്ട്. അവിടെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? അതാണ് ഞാനൊരു അല്പം സംസാരിക്കുന്നത്. എന്താണ് മുസൽമാൻ ചെയ്യേണ്ടത്? ഗതകാല ചരിത്രങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളെയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അറിയുക. നിങ്ങൾ ഈമാനുള്ളവർ 20 പേരുണ്ടെങ്കിൽ 200 പേരെ നിങ്ങൾക്ക് അതിജയിക്കാൻ കഴിയും. മാനദണ്ഡം AK-47 പീരങ്കിയുമല്ല. മാനദണ്ഡം വിശ്വാസമാണ്, ഈമാനാണ്. ഈമാനുള്ള 200 പേരുണ്ടെങ്കിൽ 2000 നിങ്ങൾക്ക് അതിജയിക്കാം. സൂറത്ത് അൻഫാൽ 8-ാം അധ്യായം. ഈമാനാണ് മാനദണ്ഡം. പ്രവാചക തിരുമേനി പറഞ്ഞു, ഭക്ഷണത്തളികയിലേക്ക് കഴുകന്മാർ വരുന്ന പോലെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ നേരെ അവരുടെ ദമഷ്ടങ്ങൾ നീക്കുന്ന ഘട്ടം വരും. സഹാബത്ത് കൗതുകത്തോടുകൂടി ചോദിച്ചു, നബിയെ, മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? പ്രവാചക തിരുമേനി പറഞ്ഞു, ബൽ അൻതും കസീർ, അല്ല, നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാവും. പക്ഷേ മലവെള്ളപ്പാച്ചിൽ പാഞ്ഞു പോകുന്ന ചപ്പുചണ്ടികളെ പോലെ എണ്ണമുണ്ട്, ഡബ്തില്ല, ഈമാനില്ല, ഇഖ്ലാസില്ല, പരലോകബോധമില്ല. പ്രവാചകൻ പറഞ്ഞു, 2 രോഗങ്ങൾ ആ കുറെ എണ്ണമുള്ള മുസ്ലിം സമുദായത്തെ 2 രോഗങ്ങൾ പിടിപെടും. ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ആർത്തി, മരിക്കാനുള്ള വെറുപ്പ്. റുസ്തമിന്റെ സൈന്യം തമ്പടിച്ചു. ഖാലിദ് വലീദിന്റെ കൂടെ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്ന തുലവും അംഗസംഖ്യ വളരെ കുറവുള്ള ഒരു സൈന്യം. അതുകൊണ്ട് റുസ്തം പറഞ്ഞു, മിസ്റ്റർ ഖാലിദ്, മടങ്ങിപ്പോകണം. സർവായുധ വിഭൂഷികളായ എന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു സൈന്യവും ഖാലിദ് നിന്റെ കൂടെ ഇല്ല. ആ കത്ത് തിരിച്ചു പൊടിച്ചുകൊണ്ട് മഹാനായ ഖാലിദ് റുസ്തമിന് കത്തെഴുതി, റുസ്തം, നീ വിചാരിക്കുന്ന പോലെ, നീ ചിന്തിക്കുന്ന പോലെ ഒരു സൈന്യവുമായിട്ടല്ല ഞാൻ വന്നത്. എണ്ണത്തിൽ കുറവാണ് എന്റെ സൈന്യം. പക്ഷേ എന്റെ സൈന്യത്തിന്റെ അത്ഭുതം ഈ ഭൗതികമായ ലോക ജീവിതത്തെ എപ്രകാരം ഇഷ്ടപ്പെടുന്നുവോ അതിനേക്കാൾ ഉപരിയായി മരണാനന്തര ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന, മരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജനപദവുമായിട്ടാണ് റുസ്തം ഞാൻ വന്നിട്ടുള്ളത്. എന്റെ സൈന്യത്തിന്റെ അത്ഭുതങ്ങൾ നീ നാളെ കാണാൻ പോകുന്നേ ഉള്ളൂ. അത് രാത്രിയുടെ തഹജ്ജുദുകളിൽ അവരുടെ നെഞ്ചിന്റെ മിടിപ്പായിരുന്നെങ്കിൽ, അതവർ അള്ളാഹുവിനോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനമായിരുന്നെങ്കിൽ, അതവരുടെ ഈമാനിക ചൈതന്യമാണെങ്കിൽ, അതവരുടെ ഹൃദയത്തിലെ ഇഖ്ലാസ് ആണെങ്കിൽ, അതവരുടെ സത്യസന്ധതയാണെങ്കിൽ, അല്ലാഹ് കൂടെയുണ്ട് എന്ന തവക്കുലിന്റെ ബോധമാണെങ്കിൽ, ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിന്ന മൂസാ നബിയുടെ ഇന്ന മഅ റബ്ബി സയഹ്ദീൻ എന്ന ശബ്ദമാണെങ്കിൽ, മഹാനായ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ വ നിഅമൻ നസീർ വ നിഅമൽ മൗല എന്ന തത്വമാണെങ്കിൽ, ആ തത്വം ചോർന്നു പോയാൽ യുവാക്കളെ പിന്നെ അകക്കാമുണ്ടാവില്ല. മുസല്ലയിൽ ഇരിക്കുന്ന മനുഷ്യനെ പിടിച്ചു വലിച്ച പോലെ ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ ചണ്ടികൾ, അഥവാ ഇസ്ലാം അല്ലാത്ത കേവല മുസ്ലിം നാമധാരികൾ, ശത്രുക്കളുടെ കേവലമായ ചെറിയൊരു പ്രഹരമേറ്റാൽ താഴെ മറിഞ്ഞു വീണുപോകും. അതുകൊണ്ട് ഓർക്കുക, ഈ ഫിത്തനകൾ വർദ്ധിക്കുന്ന കാലം, വത്തഖു ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. 8-ാം അധ്യായം 25-ാമത്തെ വചന. വത്തഖു ഫിത്ന, കുഴപ്പങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അധർമ്മങ്ങൾ വർദ്ധിക്കുമ്പോൾ ഉണ്ടായിരിക്കരുത്.
എന്താ നിങ്ങൾക്ക് കഴിയുക? ഒരു വാക്കുകൊണ്ട, ഒരു നോക്കുകൊണ്ട, ഒരു പ്രബോധനത്തിലെ CD കൊടുത്തുകൊണ്ട, ഒരു ലേഖല കൊടുത്തുകൊണ്ട, മോനെ അരുത് എന്ന് പറഞ്ഞുകൊണ്ട അല്ല പറയാൻ. അല്ല, നിങ്ങളിതൊക്കെ നോക്കി നിൽക്കുക, ഞങ്ങളതൊന്നും ബാധിക്കില്ല എന്നാണോ വിചാരം? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചാൽ ഇല്ലല്ലദീന ളലമൂ മിൻകും ഖാസ, അതെല്ലാരെയും പിടിയും, എല്ലാരെയും നോക്കി നിന്നവരെയും എല്ലാം കൊണ്ടുപോയതും കടന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ അന്ന ആമനു വത്തഖൗ ലഫസഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ലഅഖ്ദനാഹും ബിമാ കാനൂ യക്സിബൂൻ. ഖുർആനിലെ 7-ാം അധ്യായം 96-ാമത്തെ വചനം. ആ ഗ്രാമക്കാർ, ഇപ്പൊ കുടിയത്തൂർ, അതാണല്ലോ നമ്മൾ സംസാരിക്കും, അവർ വിശ്വസിക്കുകയും തെക്കുവ കൈക്കൊള്ളുകയും ചെയ്താൽ, അല്ലെങ്കിൽ ആ രാജ്യക്കാർ ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികൾ നാം അവർക്ക് ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കും. വലാകിൻ കദ്ദബൂ, പക്ഷേ അവർ കളവാക്കുകയാണ്. ആ കളവാക്കിയ കാരണത്താൽ നാം അവരെ പിടികൂടുകയും ചെയ്തു. അഫാമിനാഹിലിൽ ഖുറ അയ്യതിയഹും ബൗസുനാ, അല്ലാഹുവിന്റെ പിന്നുള്ള ചോദ്യം. അല്ല, ഗ്രാമക്കാർ നിർഭയരായി ഉറങ്ങുകയാണോ? അല്ലാഹു ഒരു രാത്രി പിടികൂടില്ല എന്നവർ വിചാരിക്കുകയാണോ? അവർ ളുഹാ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലാഹുവിനെ പിടികൂടില്ലെന്നവർ വിചാരിക്കുകയാണോ? നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി വഇല്ലം യസ്തതി ഫബിലിസാനിഹി വഇല്ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അളാഫുൽ ഈമാൻ. മുത്തഫഖുൻ അലൈഹി. പ്രവാചക തിരുമേനി പറയാണ്, നിങ്ങൾ വല്ല അധർമ്മങ്ങളോ തിന്മയോ നിങ്ങൾ കണ്ടാൽ, വെറുക്കപ്പെട്ട ഹറാമായ ലോകത്ത് തിന്മകൾ വ്യാപിക്കുന്ന നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ അവരെ കൈകൊണ്ട് തടുക്കേണ്ടവർ. അതാരാണോ ഇസ്ലാമിൽ വിശദീകരിക്കപ്പെട്ടത് അവർ കൈകൊണ്ട് തടുക്കേണ്ടതുണ്ട്. സാധ്യമല്ലാത്തവർ നാവ് കൊണ്ട് ഉപദേശിക്കേണ്ടതുണ്ട്. അതിനും കഴിയാത്തവർ ഹൃദയം കൊണ്ട് വെറുക്കേണ്ടതുണ്ട്. ലോകത്ത് നടക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ അത് 2 കൊല്ലം പറയില്ല എന്നുള്ള തീരുമാനം ഇസ്ലാമികമല്ല. എന്താണെങ്കിലും അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ചർച്ചയാവണം, അത് ജനങ്ങൾ അറിയണം. മതമാണെങ്കിൽ അത് മൂടിയേക്കാൻ പാടില്ല, എന്തിന്റെ പേരിലാണെങ്കിൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഈ കേട്ട കാര്യങ്ങളെല്ലാം പറയുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ സൂറത്ത് ബഖറയിലെ 159, 160 ആയത്തുകൾ ഉള്ളത് കൊണ്ടാണ്. അല്ലാഹ് ഖുർആൻ ഇറക്കി അവതരിപ്പിച്ചത് ഞാൻ മൂടി വെക്കാത്തത്. ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലായിനൂൻ ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു. അപാരമായ വാക്ക്. അതുകൊണ്ടാ അല്ലാഹ് അവതരിപ്പിച്ച് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്ത് ഞാൻ മൂടി വെക്കില്ല. ഞാനിതൊക്കെ പറയണത്, ഞാൻ എല്ലാ സ്ഥലത്തും ഇറങ്ങി ദീന് പറയണത് അള്ളാന്റെ ഖുർആനിലെ ഈ വചന അല്ലെ അള്ളാഹ് എന്നെ ശപിക്കും എന്ന ഖുർആനിക വചനമാണ്. അപ്പൊ മൂടിയേക്കാൻ പാടില്ല, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഒരാൾ ചോദ്യം ചോദിച്ചു വന്നാൽ 2 കൊല്ലം ഞങ്ങൾ ദീന് പറയണ്ട എന്ന് തീരുമാനിക്കാൻ ഇസ്ലാമിക ബോധമുള്ളവർക്ക് കഴിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നാളേക്ക് വേണ്ടിയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അധർമ്മങ്ങൾ കൊടികുത്തി വാഴുന്ന ഒരു ലോകത്ത് അള്ളാഹു നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളൊക്കെ വിളിച്ചു വരുത്തിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഖൈറു ഉമ്മത്താകണോ? അമാനുവലയുടെ പരിഭാഷ വായിച്ചാക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, നിങ്ങൾക്ക് ഖൈറു ഉമ്മത്താകണോ? ഒന്നടങ്കം അവരൊക്കെ പറഞ്ഞു അതെ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന്, നിങ്ങൾ ഈമാനുള്ളവരാകണം. പിന്നെയോ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. അപ്പൊ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഇവിടെ ആളുണ്ടാവണം. ലോകത്ത് എന്തൊക്കെ നടക്കണം മിണ്ടരുത് എന്നാണ് എല്ലാരും പറയുന്നത്. മിണ്ടരുത്, സംസാരിക്കരുത്, പറയരുത്. അവര് നിങ്ങൾ എങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെയാക്കും എന്നാണ്. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രബോധകർ പടച്ചതമ്പുരാനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പറയണം. അസ്ഹാബുൽ ഖൗഫ്, നമുക്കറിയാം അസ്ഹാബുൽ ഖൗഫിന്റെ പ്രത്യേകത എന്താ? രാജാവ് എതിര്, ആ സമൂഹം മുഴുവനെ എതിര്. അവർ 7 യുവാക്കൾ, അത്രയല്ലേ ഖുർആൻ പറയുള്ളൂ. 7 പേർ അവരുടെ നായയും 8 പേർ എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ 7 എന്ന് പറയാ, 10-ൽ താഴെ. ആ യുവാക്കൾ അവർ എഴുന്നേറ്റു നിന്നു. രാജകൊട്ടാരം എതിരാണ്, രാജാവ് എതിരാണ്, ഭരണകൂടം എതിരാണ്, നാട്ടുകാരെതിരാണ്, അക്കാലത്തിലെ പുരോഹിതന്മാരെതിരാണ്. പക്ഷേ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുആ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ,
അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് അന്യായമായ വാക്കാകുമെന്ന് അവരെഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു. ഭരണകൂടം അവർക്കെതിരായിരുന്നു, ചക്രവർത്തിമാർ അവർക്കെതിരായിരുന്നു, പൗരോഹിത്യം അവർക്കെതിരായിരുന്നു, പൗരോഹിത്യത്തിന്റെ പിടിയിലെ ദല്ലാളന്മാർ അവർക്കെതിരായിരുന്നു. പക്ഷേ ആകാശമേലാപ്പിനെ സംവിധാനിച്ച ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ച നാഥനാണ് ഞങ്ങളുടെ നാഥനെന്ന് എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കുകയും അവരവരുടെ ആദർശം വെളിവാക്കുകയും അത് ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ 2 കൊല്ലം ഞങ്ങൾ ഞങ്ങളുടെ ആദർശം പറയില്ല എന്ന് തീരുമാനിച്ചതിന്റെ പേരിലല്ല. 7 പേരേ ഉള്ളൂ. സൈന്യമില്ല, സംഘങ്ങളില്ല, അതുപോലെ സംഘടനകളില്ല, ഓഫീസുകളില്ല, എഴുതാൻ പുസ്തകങ്ങളില്ല, കൂടെ നിൽക്കാൻ ആളുകളില്ല, കൊണ്ടുവരാൻ കാർ ഡ്രൈവർമാരില്ല. പക്ഷേ അവർ പ്രഖ്യാപിച്ചു സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നുണ്ട്, 3 പ്രവാചകന്മാർ വന്നു. ആളുകൾ ആ പ്രവാചകന്മാരെ എതിർത്തു. അവർക്കിടയിൽ വേറിട്ട്, നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞ പോലെ, സഹോദരങ്ങളെ, ഗൗരവമായി വേറിട്ട് മതത്തെ പഠിക്കുന്ന ഒരു സാധാരണക്കാരൻ ആലിമായിരുന്നില്ല, സംഘബലമുള്ള ആളായിരുന്നില്ല, ഒരു നാടൻ മനുഷ്യൻ. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 21-22 വാചകങ്ങൾ. ആലിമായ വ്യക്തി എന്നല്ല, രാജ്യത്തിന്റെ ഭരണാധികാരി എന്നല്ല, ഒരു നാടൻ മനുഷ്യൻ. അയാൾ ശ്രദ്ധിച്ചു കേട്ടു, അയാൾക്ക് മനസ്സിലായി ഇവർ പറയുന്നതാണ് സത്യമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇസ്ലാം ലോകത്ത് കടന്നു വന്നത്. പ്രബോധകന്മാർക്കെതിരെ വ്യാപകമായി വേട്ടയാടലുകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ 7ഓളം വരുന്ന പ്രഗത്ഭമായ രാജ്യങ്ങളിലെ അതിഥികളായി ചെന്ന് കയറിയവരെ നാടുകടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. പ്രബോധകന്മാരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ ദൂരവ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. നിയമപരമായി തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് എന്ന് പറഞ്ഞ ഫിറൗനിന്റെ പിന്മുറക്കാർ ലോകരാജ്യങ്ങളിൽ അധികാരമേൽക്കുന്നു. അറിയുക, 7 ആകാശങ്ങളെ സൃഷ്ടിച്ച റബ്ബുൽ ആലമീൻ, 7 ഭൂമിയെ പടുത്തുയർത്തിയ റബ്ബുൽ ആലമീൻ, അതിന്റെ ഉള്ളിലെ സചേതനങ്ങളും അചേതനങ്ങളുമായ ജീവജാലങ്ങളെ സംബന്ധിച്ച് സൃഷ്ടിച്ച മാലിക്കുൽ മുലൂക്കായ, അതെ, അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖുത്ലാ അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഖ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ യുക്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. പ്രതാപവാനായ, ഉജ്ജ്വലനായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന കാരണം കൊണ്ട് തീക്കുണ്ടാരത്തിലേക്ക് വിശ്വാസികളെ ഇട്ട് ചുട്ടുകരിച്ച് അവരെ ചാമ്പലാക്കി അവരുടെ എല്ലുകൾ നുറുങ്ങുന്നത് കേട്ട് അതിന്റെ ചുറ്റിലിരുന്ന് ചിരിച്ചവർ ലോകത്ത് കഴിഞ്ഞുപോയി. അതെ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. സൂറത്ത് ബഖറ 214, സൂറത്ത് ആൽ ഇംറാൻ 142. പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണങ്ങളിൽ പതറാതെ, പരീക്ഷണങ്ങളിൽ ഇടറാതെ, അജബല്ലി അംറിൽ മുഅ്മിനീൻ ഇന്ന അംറുഹു കുല്ലു ലഹു ഖൈറുൻ وليس ذلك لأحد ما يزال البلاغ بالمؤمنين والمؤمنات في نفسه وماله وولده حتى يلقى الله تعالى وما عليه خطيئة. പരിഭാഷപ്പെടുത്താൻ പോലും എനിക്ക് സമയമില്ല സുഹൃത്തുക്കളെ. പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. സൂറത്ത് ബഖറ 155-ാമത്തെ വചനം. ഭയം കൊണ്ട് പരീക്ഷിക്കുമെന്ന് അല്ലാഹു പറയണേ. ഏതു മനുഷ്യനും ഭയപ്പാടുള്ള ഒരു ലോകത്ത്, വലിയ അധികാരികൾക്ക് വരെ ഭയപ്പാടുള്ള ലോകത്ത് അല്ലാഹു പറയാണ്, അങ്ങനെ ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, നിങ്ങൾ ക്ഷമിച്ചോളി, നിങ്ങൾ ക്ഷമിച്ചോളൂ. കാരണം എന്താ? സബറിന് വലിയ കൂലിയുണ്ട്. അല്ലാഹു പ്രതിഫലം നോക്കാതെ ഇന്നമാ യുവഫസ് സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. അല്ലാഹു സൂറത്ത് സുമറിൽ പറഞ്ഞു, സലാമുൻ അലൈക്കും ബിമാ സബർതും സലാമുൻ അലൈക്കും തിബ്തും. എത്ര വാചകങ്ങൾ! ഇസ്ബിറു വസാബിറു വറാബിതു.
വത്തഖുല്ലാഹ്. സൂറത്ത് ആൽ ഇംറാൻ ലാസ്റ്റിലെ വാചകം, ക്ഷമിച്ചോളൂ, ക്ഷമയിൽ മുൻകൾ. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. 46-ാമത്തെ അധ്യായം അവസാന ഭാഗം. എത്ര അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണകൂടം അതിൻ്റെ ഭരണഘടനയുടെ 25-ാം ഖണ്ഡികയിൽ നമുക്ക് മത പ്രബോധന സ്വാതന്ത്ര്യം നൽകുന്നു. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കാൻ. അതാണ് ഇവിടെ ധ്വംസിക്കപ്പെട്ടത് ഫൈസലിനെ ആക്രമിക്കുക വഴി, കൊടിഞ്ഞിയിലെ ഫൈസലിനെ ആക്രമിക്കുക വഴി അതാ ഉണ്ടായത്. പക്ഷെ ഒരു കാര്യം, ഫിറൗന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബിയെ അള്ളാഹു വളർത്തിയത്. ആരും മറക്കണം, ഫിറൗനിന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു വളർത്തിയത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ? കൊട്ടാരത്തിന്റെ ഉള്ളില്, ഫിറൗന്റെ കൊട്ടാരത്തിന്റെ ഉള്ളില്. എന്നിട്ട് അള്ളാഹു വിചാരിച്ചു ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ ബോധമുള്ള, മനുഷ്യാവകാശ ബോധമുള്ളവർ ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇതൊക്കെ ഉണ്ടാവും. നന്മയും തിന്മയും മാറി മാറി വരും, സുഖവും സന്തോഷവും മാറി മാറി വരും. അവിടെ നമ്മുടെ നിലപാടെന്ത് എന്നതാണ് പ്രധാനം. നമ്മുടെ നിലപാടെന്താണ്? അതാണ് ഏറെ പ്രധാനമായ കാര്യം. മുസ്ലിങ്ങളെ, അനവധി പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ പരീക്ഷണ ഘട്ടത്തിൽ ഏറ്റവും പക്വതയോടുകൂടി ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഉയരുക എന്നതാണ് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനമായ കാര്യം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാനിവിടെ ഫൈസൽ മൗലവിയുടെ പ്രസംഗം ഞാൻ വളരെ ആസ്വദിക്കുന്ന ഒരാളാണ്. ഈ നിലക്കുള്ള ഏത് പ്രസംഗങ്ങളെയും ഞാൻ പറയുന്നത്, അവിടെ ഞാനൊരു ശിശുവിനെ പോലെ ഇരിക്കാൻ എനിക്ക് പൂതിയുണ്ട്. പക്ഷെ രണ്ടുപേരുടെ പ്രസംഗം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നൊക്കെ എഴുന്നേരുന്നത്. നിങ്ങളെപ്പോലെ നേരത്തെ അൽതാബ് പറഞ്ഞ പോലെ വൈജ്ഞാനികമായ ഫൈസൽ മൗലവിയുടെ ചർച്ച കേൾക്കാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഇനി പറയുന്നത്, ഈ നൂറ്റാണ്ടിൽ വൈജ്ഞാനികമായ ഒരു സ്ഫോടനം, അത് അതിരുകളില്ലാത്ത വൈജ്ഞാനികമായ സ്ഫോടനം, വേദഗ്രന്ഥത്താളിന്റെ പിൻബലത്തോടെയുള്ള മഹാവിജ്ഞാനം അതുണ്ടാകണം. കുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമാവില്ല. സൂറത്ത് സുമറിലെ 9-10 വാചകങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ. സൂറത്ത് മുജാദല 58-ാം അധ്യായം 11-ാമത്തെ വാചകം. അറിവ് വളരെ പ്രധാനമാണ്. വായിക്കുക, ഇഖ്റ എന്നാ പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് അമാനുമലയുടെ പരിഭാഷയെങ്കിലും വായിക്കുക. ഏറ്റവും മുജാഹിദാണോ, അമാനുമലയുടെ പരിഭാഷയെങ്കിലും വായിക്കുക. അത് പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ഒക്കെ ബാധകമാണ്. മനസ്സിലായില്ലേ? വായിച്ചു പഠിക്കാൻ, വായിച്ചു വളരാൻ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് ചെറിയൊരു മനുഷ്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേരളക്കരയിൽ. വായന സ്ഫോടനാത്മകമായി നടക്കുന്ന ലോകത്തെ സംസ്കാരമുണ്ടാകൂ. എവിടെ വായന മരിക്കുന്നുവോ അവിടെ സംസ്കാരം മരിക്കും. എവിടെ വായനയില്ലയോ അവിടെ സംസ്കാരം മരിക്കും. എവിടെ വായനയുണ്ടയോ ഉണ്ടായോ അവിടെ സംസ്കാരം തളിർക്കും. വായിക്കാൻ ആവശ്യപ്പെട്ട ലോകവേദഗ്രന്ഥം അതാ ഖുർആൻ. ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിക ജീവിതമെങ്കിലും ഒന്നെടുത്ത് വായിക്കുക. ഞാൻ പറയുന്നത്, അറിവില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇന്നത്തെ ലോകത്ത്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ പല നിലക്കും നമ്മൾ ദീനിയായ കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മൾ ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ലോകത്ത്. അല്ലാഹു സുബ്ഹാനഹു എല്ലാ ബന്ധങ്ങളെയും കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞു. ആദർശപരമായി വിയോജിപ്പുള്ളപ്പോൾ പോലും എങ്ങനെ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. സൂറത്ത് ബഖറയിലെ 27. അതെ, യാ അയ്യുഹന്നാസു ഇത്തഖു റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا وقضى ربك الا تعبدوا الا اياه وبالوالدين احسانا اما يبلغن عندك الكبر احدهما او كلاهما. സൂറത്ത് എത്ര വചനങ്ങൾ ബന്ധത്തെക്കുറിച്ച് പറയുന്ന. മാതാപിതാക്കളോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, അയൽവാസികളോടുള്ള ബന്ധം, സമൂഹത്തോടുള്ള ബന്ധം, എന്തൊക്കെ ബന്ധങ്ങൾ പഠിപ്പിച്ചു. 3 സുപ്രധാനമായ ബന്ധങ്ങൾ. ഒന്ന് അല്ലാഹും അവന്റെ അടിമയും, ഒന്ന് മനുഷ്യരും, ഒന്ന് മനുഷ്യരും പ്രകൃതിയും. ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നവനാണ് വിശ്വാസി. ഖിയാമത്ത് നാളിന്റെ ഭൂകമ്പം തുടങ്ങുമ്പോൾ പോലും ഒരു മരം നട്ടുപിടിപ്പിക്കുന്നുവെങ്കിൽ അത് പൂർത്തിയാക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ
അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഉണ്ണുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പ്രവാചക തിരുമേനിയുടെ വാചകം. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ് സമാ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ വാചകം. പച്ചക്കറുള്ള എന്തിനോടും കരുണ കാണിക്കാത്തവൻ വിശ്വാസിയല്ലെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി. അയൽവാസി നിന്നെ കുറിച്ച് നിർഭയനല്ലയോ, നീ മുഅ്മിനല്ലെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി. അയൽവാസി ആരായിരുന്നാലും അവൻ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതകൾ നിർവഹിക്കണമെന്നും വാതിദുൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബിനുസ് സബീൽ വലാ തുബദ്ദിറു തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ബന്ധങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. നമ്മളൊക്കെ അല്ലാഹുവിനെ മുൻനിർത്തി പ്രവർത്തിക്കാൻ മറന്നുപോയാൽ, ഇഖ്ലാസ് ചോർന്നുപോയാൽ നമുക്കൊരിക്കലും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ചോദ്യം ചോദിക്കാനും മുട്ടുകുത്തിക്കാനും വൈകാരികത നിലനിർത്താനും മാത്രമല്ല അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തോട് ചോദിക്കുക, ഹാസിബു ഖബ്ല അൻ തുഹാസബു. ഞാൻ പ്രവാചക തിരുമേനിയുടെ വചനമായിട്ടല്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ലോകത്തോട് ചിന്തിക്കാൻ പറഞ്ഞ വാചകമാണത്. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ആ ജനകീയ കോടതിയിലുണ്ടല്ലോ, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ എന്ന് 83-ാം അധ്യായത്തിൽ 6-ൽ പറഞ്ഞ ലോക ജനങ്ങൾ സമ്മേളിക്കുന്ന മഹ്ശറയിലെ ആദം നബി മുതൽ ലോകത്തിന്റെ ഷദിക്കുകളിൽ ജീവിച്ചു മരിച്ച് ഖിയാമത്ത് നാളിന് ശേഷം ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ എന്ന് പറയുന്ന ഖബറുകളിൽ നിന്ന് അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞ, ഖുർആനിന്റെ ഇൻഫിതാർ എന്ന അധ്യായത്തിലൂടെ പറഞ്ഞ ഇദസ്സമാഉം ഫതറത് വൈദൽ കവാകിബും തസറത് വൈദൽ ബിഹാറു ഫുജിറത് വൈദൽ ഖുബൂറു ബുഅസിറത്. ആ ദിനത്തിൽ രക്ഷപ്പെടാൻ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് നാം കൽപ്പിച്ചിട്ടില്ല നിഷ്കളങ്കമായ ഇബാദത്ത് ചെയ്യാനല്ലാതെ. നമസ്കാരം നിലനിർത്താനും സകാത്ത് കൊടുക്കാനും വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് കേട്ടോ ചൊവ്വായ മതം. നമ്മൾ സുഫിയാൻ സൗരി റഹ്മഹുല്ല പറയുന്നുണ്ട്, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എന്നോട് ജിഹാദ് ചെയ്തത് റിയാഗ് വരാതിരിക്കാനാണ്, എനിക്ക് താൻപോരിമ വരാതിരിക്കാനാണ്, അഹംബോധം വരാതിരിക്കാനാണ്. റബ്ബിനെ മുൻനിർത്തി വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഒടുവിലത്തെ വചനം എന്ന് പണ്ഡിത ലോകം പറഞ്ഞിട്ടുള്ള സൂറത്ത് ബഖറയിലെ 281-82 വചനങ്ങൾ. മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരു വേദിയും പാഴാക്കി കളയരുത്. അതൊരു മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടതാണോ, അതൊരു രോഗിയെ കാണലാണോ, എന്താണോ? ആ ഖിറാത്തുകൾ അബൂ ഹുറൈറ പറയുകയും അബ്ദുല്ലാഹ് ഇബ്നു നിഷേധിക്കുകയും തെളിവ് ബോധ്യപ്പെട്ടപ്പോൾ അംഗീകരിക്കുകയും എത്ര നന്മ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ ഉഹുദ് മലയോളം പുണ്യമുള്ള മയ്യത്തിന്റെ ഖബർസ്ഥാനിൽ ചെന്ന് അവിടെ പള്ളിയിലോ പൊതുമൈതാനത്തോ മയ്യത്ത് നിസ്കരിച്ച് ആ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ പോലും അത് പാഴാക്കല്ല മുസൽമാനെ. വഴിമധ്യത്തിൽ നിന്നൊരു കല്ലെടുത്ത് നീക്കി ഇമാത്തത്തുല്ലാദാനി ത്വരീഖ് എന്ന് പറയുന്ന കാര്യമാണ് പൂർത്തീകരിക്കുന്നതെങ്കിൽ അതും ഒഴിവാക്കല്ല മുസൽമാനെ. സലാം പറഞ്ഞ് ഹസ്തദാനം ചെയ്താൽ ആര് കൈ കൂടുതൽ പിടിച്ചു നിൽക്കുന്നുവോ അത് പാപം പൊറുക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞ ഹസ്തദാനം മറക്കല്ല മുസൽമാനെ. ഒരു മനുഷ്യനെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കാൻ മറന്നു പോകല്ല മുസൽമാനെ. ജീവിതത്തിൽ പാവപ്പെട്ടവന് ഒരു കാരക്കച്ചീട് കൊടുത്ത് നരകത്തിന്റെ അഗ്നിനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് അവസരമുണ്ടെങ്കിൽ അത് മറക്കല്ല മുസൽമാനെ. സഹോദരിമാരോട് ഒരൊറ്റ മിനിറ്റ്, നിങ്ങളുടെ വേഷത്തിലും നിങ്ങളുടെ വിധാനത്തിലും ചാനലുകളും സീരിയലുകളും സിനിമാ നടികളും അല്ല നിങ്ങൾക്ക് സ്വാധീനിക്കേണ്ടത്. മുഖം മറച്ച് ജീവിച്ച ആയിഷ ബീവി നിങ്ങളെ സ്വാധീനിക്കട്ടെ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല നിങ്ങളെ സ്വാധീനിക്കട്ടെ. ഫിറൗനിന്റെ കൊട്ടാരത്തിൽ നിന്ന് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിറഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന ആസിയ ബീവി നിങ്ങൾക്ക് സ്വാധീനമായി തീരട്ടെ. 48 കൊല്ലം പ്രവാചക വിയോഗത്തിന് ശേഷം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് ലോക മുസ്ലിമീങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ മുതൽ മൗലികമായ വിഷയങ്ങൾ പഠിപ്പിച്ച ആയിഷ ബീവിയായി തീരാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സാധിക്കട്ടെ. യുവാക്കളെ, മഹാനായ മിസ്അബിനെ പോലെ, യുവാക്കളെ ഹൻദല റളിയല്ലാഹുവിനെ പോലെ, യുവാക്കളെ അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെ, യുവാക്കളെ ഖാലിദ് ഇബ്നു വലീദിനെ പോലെ, യുവാക്കളെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ പോലെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുമാറാകട്ടെ. ഇതര മത സമൂഹത്തിന്, ഇതര ജനപദത്തിന് ഇസ്ലാമിന്റെ, അല്ലാഹുവിന്റെ, ഖുർആനിന്റെ
പ്രവാചക വചനങ്ങളുടെ സച്ചരിതരുടെ വചനാമൃതങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ഡോർ ടു ഡോർ ദേവയുടെ മുന്നണി പോരാളികളാകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അനവരതം വരുന്ന പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാനുള്ള പക്വതയും പാകതയും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രബോധനത്തിന്റെ രാജവീതിയിൽ പ്രാർത്ഥനകളോടെ മുന്നേറാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.